മെഹമ്മൂസ് ഗുദ്ദൈഫി. അപ്പോൾ പേര് കേൾക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ ആളൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറബി നാട്ടിൽ നിന്ന് അടുത്തൊരു ഗസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ റൈസ്. നമ്മളെ മന്തി കബ്സ മജ്ബൂസിൻ്റെ ഒക്കെ വകയിലൊരു അമ്മാവനായിട്ട് വരും. അതേക്കെ ഒരു ടേസ്റ്റ്, എന്നാൽ വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇതിൽ കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിത് കഴിക്കൽ നല്ല ടേസ്റ്റായിട്ട് ഇതിൽ നമ്മൾ ഗാർലിക്ക് ചേർക്കുന്നുണ്ട്. ആ ഗാർലിക്ക് ഇതിലിങ്ങനെ ഞെരടിയിട്ട് നമ്മുടെ ചിക്കനും മയോണൈസും റൈസൊക്കെ കൂടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് ഒലീവ് ഓയിലാണ് വയ്ക്കുന്നത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് ഉണി ഇട്ട് കൊടുക്കുക. ഉണ്ണിന് ബ്രൗൺ കളറാണ് വരെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇത് അതേമാതിരി ആയാൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇപ്പോൾ ഞാൻ ഈ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വലിയ പീസാക്കണേ അങ്ങനെ ചെയ്യാം. ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഓൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മസാലപ്പൊടി, മന്തി മസാല, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മാഗി ക്യൂബ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, ചിക്കൻ വേവാൻ രീതിയിലുള്ള. ഇനി നമ്മൾ ചിക്കൻ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ ചോറും വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബസുമതി റൈസാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ കേട്ടോ, അത് ഓപ്ഷണലാണ്, വേണമെന്നൊന്നുമില്ല. പിന്നെ കുറച്ച് ഓയിൽ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൈസിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനിൽ ചോറിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചിക്കനെ മേലിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുക. ഇനി നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.